ഗുഡ് മോർണിംഗ്. അടുത്ത നമുക്ക് പറയാനുള്ളത് സെൻസിറ്റീവ് ഡാറ്റ എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഒരുവിധം എല്ലാ ഡാറ്റാബേസിലും എന്തുണ്ടായിരിക്കും? സെൻസിറ്റീവ് ഡാറ്റ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ സെൻസിറ്റീവ് ഡാറ്റ എന്നറിയണം അല്ലേ? അതായത് പബ്ലിക്കിന് വിസിബിൾ എല്ലാ ഡാറ്റാസും എന്ത് ചെയ്യാൻ പാടില്ല? പബ്ലിക്കിന് കാണാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡാറ്റാസ് ഉണ്ടാവും. അതായത് ഡാറ്റാസ് പബ്ലിക്കിന് വിസിബിൾ ആക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഡാറ്റാസിനെ നമുക്ക് എന്ത് പറയാം? സെൻസിറ്റീവ് ഡാറ്റ എന്ന് പറയാം. സെൻസിറ്റീവ് ഡാറ്റ ദാറ്റ് ഷുഡ് നോട്ട് ബി മെയ്ഡ് പബ്ലിക്. അത് പബ്ലിക് ആക്കാൻ പാടില്ല, അത് കോൺഫിഡൻഷ്യലാണ്. അപ്പോൾ അങ്ങനത്തെ ഡാറ്റാസിനെയാണ് നമ്മൾ സെൻസിറ്റീവ് ഡാറ്റ എന്ന് പറയാം. അപ്പോൾ ഒരു ഡാറ്റ സെൻസിറ്റീവ് ആവാൻ പല റീസൺസും ഉണ്ടായിരിക്കും. ചിലപ്പം ചിലപ്പോൾ ഇൻഡിവിജ്വൽ ഡാറ്റാബേസ് ആയിരിക്കാം. അപ്പോൾ അയാളുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റ കാരണമായിരിക്കും അതെന്താവുന്നത്? സെൻസിറ്റീവ് ഡാറ്റ ആവുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അതിലുള്ള വേറെന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം എന്താവുന്നത്? ആ ഡാറ്റ സെൻസിറ്റീവ് ഡാറ്റ ആവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ചില ഡാറ്റാബേസ് എന്ന് പറയുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, പബ്ലിക് ലൈബ്രറി കാറ്റലോഗ്. അതായത് പബ്ലിക് ലൈബ്രറി റിലേറ്റഡ് ആയിട്ടുള്ള കാറ്റലോഗ് ഒരു ഡാറ്റാബേസാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ സെൻസിറ്റീവ് ഡാറ്റ ഉണ്ടാവില്ല. കാരണം എന്താ? അത് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ലൈബ്രറി കാറ്റലോഗാണ്, ഡാറ്റാസാണ്. അപ്പോൾ എന്തുണ്ടാവില്ല? സെൻസിറ്റീവ് ഡാറ്റ ഉണ്ടാവില്ല. അപ്പോൾ അതേ സ്ഥാനത്ത് വേറെ ഇപ്പോൾ ഒരു ഡിഫൻസ് മെക്കാനിസത്തിനുള്ള ഡാറ്റാസ് കീപ്പ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ആണെന്ന് വിചാരിക്കുക. അതെന്താണ്? കോൺഫിഡൻഷ്യൽ ആണ് അല്ലേ? അപ്പോൾ ആ രീതിയിൽ, അതായത് അതിലുള്ള ഡാറ്റ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ റിലേറ്റഡ് ഒക്കെ ആയിട്ടോ പല ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കും ഡാറ്റ എന്താവുന്നത്? സെൻസിറ്റീവ് ആയിട്ട് മാറുന്നത്. These two cases, nothing sensitive and everything sensitive, are the easiest to handle because they can be covered by access control to the database as a whole. അപ്പോൾ ഇനി സെൻസിറ്റീവ് ആണെങ്കിലും അല്ലെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ സെൻസിറ്റീവ് ആയതുകൊണ്ട് അത് ക്രൂഷ്യലാണ് എന്നുള്ളത് ചിന്തിക്കല്ല. അതിന് പകരം എന്താണ്? നമുക്കവിടെയുള്ള ആക്സസിങ് എന്ത് ചെയ്യാണ്? കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇൻഹെറൻറ്റ്ലി സെൻസിറ്റീവ് എന്താണ് കൺസെപ്റ്റ്? ദ വാല്യൂ ഇറ്റ് സെൽഫ് മേ ബി സോ റിവീലിംഗ് ദാറ്റ് ഇറ്റ് ഈസ് സെൻസിറ്റീവ്. അതായത് പല ടൈപ്പ് ഓഫ് സെൻസിറ്റീവ് ഡാറ്റാസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് എന്ത്? ഇൻഹെറൻറ്റ്ലി സെൻസിറ്റീവ് എന്ന് പറയുന്നത്. അതായത് ആ വാല്യൂ തന്നെ എന്താണ്? സെൻസിറ്റീവ് ആണ്. ആ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റാസ് ആണ് എന്ത്? ഇൻഹെറൻറ്റ്ലി സെൻസിറ്റീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആർ ദ ലൊക്കേഷൻസ് ഓഫ് ഡിഫെൻസീവ് മിസൈൽസ്. സ്വാഭാവികമായിട്ടും ഡിഫെൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്നതൊക്കെ എന്താണ്? സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഒരു ഡിഫൻസ് മിസൈലിൻ്റെ ലൊക്കേഷൻ ഒരു സെൻസിറ്റീവ്, ഇൻഹെറൻറ്റ്ലി സെൻസിറ്റീവ് ആണ്. അതായത് അതിൽ നിന്ന് തന്നെ എന്താണ്? അത് സെൻസിറ്റീവ് ആണ് എന്ന് റിവീലിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഫ്രം എ സെൻസിറ്റീവ് സോഴ്സ്, ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള സോഴ്സ് എന്നുള്ള ഡാറ്റയാണെങ്കിൽ അതെന്തായിരിക്കും? സെൻസിറ്റീവ് ആയിരിക്കും. ദ സോഴ്സ് ഓഫ് ദ ഡാറ്റ മേ ഇൻഡിക്കേറ്റ് എ നീഡ് ഫോർ കോൺഫിഡൻഷ്യാലിറ്റി. അപ്പോൾ ഈ ഡാറ്റേൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടും ഡാറ്റാസും എന്തായിരിക്കും? കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, an example is information from an informer whose identity would be compromised if the information were disclosed. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. ഇപ്പോൾ ഒരു ഇൻഫോർമർ ഒരു ഇൻഫർമേഷൻ എന്ത് ചെയ്യാണ്? ഡിസ്ക്ലോസ് ചെയ്യാണ്. അപ്പോൾ അയാൾ പറയാണ് ഈ ഒരു ഇൻഫർമേഷൻ പബ്ലിക് ആക്കാം എന്നുണ്ടെങ്കിൽ എന്താണ്? ആ ഡാറ്റ പബ്ലിക് ആക്കാം. അതേ സ്ഥാനത്ത് അത് ഡിസ്ക്ലോസ് ചെയ്യണ്ട എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഡിസ്ക്ലോസ് ചെയ്യണ്ട. അത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ എന്താണ്? ആ സോഴ്സ് ആണ്. അപ്പോൾ അതാണ് എന്ത്? ഫ്രം എ സെൻസിറ്റീവ് സോഴ്സ്. അപ്പോൾ സോഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. സെൻസിറ്റീവ് സോഴ്സ് ആണെങ്കിൽ ഡാറ്റ എന്തായിരിക്കും? സെൻസിറ്റീവ് ആയിരിക്കും. പിന്നെ അയാളുടെ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചാണ് നമുക്ക് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഡിക്ലയേർഡ് സെൻസിറ്റീവ്. The database administrator or the owner of the data may have declared the data to be sensitive. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന സെൻസിറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഓണർ, ഈ ഡാറ്റയുടെ ഓണർ എന്ത് പറഞ്ഞു? ഇത് സെൻസിറ്റീവ് ഡാറ്റയാണ് എന്നുള്ളത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കാറ്റഗറിയിൽ വരും? ഡിക്ലെയേർഡ് സെൻസിറ്റീവ് ഡാറ്റ എന്നുള്ള കാറ്റഗറിയിൽ വരും. എക്സാമ്പിൾസ് ആർ ക്ലാസിഫൈഡ് മിലിറ്ററി ഡാറ്റ ഓർ ദ നെയിം ഓഫ് ദ അനോണിമസ് ഡോണർ ഓഫ് എ പീസ് ഓഫ് ആർട്ട്. അപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളെ ലോജിക്കിൽ വരുന്നത് എഴുതാട്ടോ. അപ്പോൾ ഒരു മിലിറ്ററി ഡോക്യുമെൻ്റ് അയാൾ പറയാണ്
ഈ ഡാറ്റാസ് എന്താണ് സെൻസിറ്റീവ് ആണ് എന്ന് അയാൾ ഡിക്ലെയർ ചെയ്താൽ അതെന്താണ് സെൻസിറ്റീവ് ഡാറ്റയാണ്. അപ്പോൾ അതെന്താണ് ഡിക്ലയേർഡ് സെൻസിറ്റീവ് ഡാറ്റ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ പാർട്ട് ഓഫ് എ സെൻസിറ്റീവ് ആട്രിബ്യൂട്ട് ഓർ റെക്കോർഡ് ഇൻ എ ഡാറ്റാബേസ് ആൻഡ് എൻറ്റയർ ആട്രിബ്യൂട്ട് ഓർ റെക്കോർഡ് മേ ബി ക്ലാസിഫൈഡ് ആസ് സെൻസിറ്റീവ്. ഒരു ഡാറ്റാബേസിലെ ഒരു എൻറ്റയർ ആട്രിബ്യൂട്ടിനോ അല്ലെങ്കിൽ ഒരു റെക്കോർഡിനെയോ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം സെൻസിറ്റീവായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിന് എക്സാമ്പിളാണ് സാലറി ആട്രിബ്യൂട്ട് ഓഫ് എ പേഴ്സണൽ ഡാറ്റാബേസ് ഓർ എ റെക്കോർഡ് ഡിസ്ക്രൈബിങ് എ സീക്രട്ട് സ്പേസ് മിഷൻ. അപ്പോൾ ഒരാളുടെ സാലറി ആട്രിബ്യൂട്ടിനെ എന്ത് ചെയ്യാൻ പറ്റും സെൻസിറ്റീവ് ഡാറ്റ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു കംപ്ലീറ്റ് റെക്കോർഡിനെ സാലറി അല്ലേ അത് പബ്ലിക് ആക്കേണ്ട ആവശ്യമില്ല. അതേപോലെയാണ് ഇപ്പോൾ ഒരു സീക്രട്ട് സ്പേസ് മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ് എന്ത് ചെയ്യാൻ പറ്റും ഒരു സെൻസിറ്റീവ് ആട്രിബ്യൂട്ടിൻ്റെ പാർട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കീപ്പ് ചെയ്യാൻ പറ്റും. പാർട്ട് ഓഫ് എ സെൻസിറ്റീവ് ആട്രിബ്യൂട്ട് ഓർ റെക്കോർഡ്. പിന്നെ സെൻസിറ്റീവ് ഇൻ റിലേഷൻ ടു പ്രീവിയസ്ലി ഡിസ്ക്ലോസ്ഡ് ഇൻഫർമേഷൻ, അതായത് മുന്നേ വന്നിട്ടുള്ള ഇൻഫർമേഷൻ്റെ ഭാഗമായതുകൊണ്ട് എന്തായി സെൻസിറ്റീവ് ആവുന്ന ഒരു കാറ്റഗറി. അതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. സം ഡാറ്റ ബിക്കം സെൻസിറ്റീവ് ഇൻ ദ പ്രസൻസ് ഓഫ് അതർ ഡാറ്റ. ചില ഡാറ്റ സെൻസിറ്റീവ് ആവുന്നത് മറ്റുള്ള ഡാറ്റൻ്റെ പ്രസൻസ് കൊണ്ടാണ്. For example, the longitude coordinate of a secret gold mine reveals little, but the longitude coordinate in conjunction with the latitude coordinate pinpoints the mine. അതായത് ഇപ്പോൾ ഒരു ലോഞ്ചിറ്റ്യൂഡ് കോർഡിനേറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, ഒരു ഗോൾഡ് മൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡ് കോർഡിനേറ്റ്സ് മാത്രമാണ് റിവീലിംഗ് എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ ആക്സസിങ് വരുന്നുള്ളൂ. പക്ഷേ അതേ സ്ഥാനത്ത് അതിലൂടെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഏതും കൂടെ വരികയാണ് ലാറ്റിനേറ്റ് കോർഡിനേറ്റും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് എന്താണ് അതിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെന്തായി, അതായത് മറ്റേ ഡാറ്റൻ്റെ പ്രസൻസ് കാരണം ഈ ഡാറ്റ വന്നതുകൊണ്ട് എന്തായി അത് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയായിട്ട് മാറി. അപ്പോൾ ആ ഒരു കാറ്റഗറിയാണ് അവിടെ വരുന്നത്. ഡാറ്റാബേസസ് പ്രൊട്ടക്റ്റ് സെൻസിറ്റീവ് ഡാറ്റ ബൈ കൺട്രോളിങ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആക്സസ് ടു ദി ഡാറ്റ. അപ്പോൾ ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ട് നമുക്കിപ്പോൾ ഇതിൽ സെൻസിറ്റീവ് ഡാറ്റ വന്നാലൊക്കെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാനുള്ള മെഷർ എന്ന് പറയുന്നത് ആക്സസിങ് കൺട്രോൾ എന്ത് ചെയ്യുക കൊടുക്കുക എന്നുള്ളതാണ്. ആർക്കൊക്കെ ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു മെഷർ, അതിലെ ഒരു കൺട്രോൾ മെഷർ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇൻഫറൻസ് എന്നുള്ള കണ്ടീഷനാണ്. അതായത് ഇൻഫറൻസ് എന്ന് പറയുന്നത് ഒരു ഡെറിവേഷൻ മെത്തേഡാണ്. അതായത് ഇൻഫറൻസ് ഈസ് എ വേ ടു ഇൻഫർ ഓർ ഡിറൈവ് സെൻസിറ്റീവ് ഡാറ്റ ഫ്രം നോൺ സെൻസിറ്റീവ് ഡാറ്റ. നോൺ സെൻസിറ്റീവ് ഡാറ്റയിൽ നിന്ന് സെൻസിറ്റീവ് ഡാറ്റ ഡിറൈവ് ചെയ്യുന്ന ഒരു അപ്രോച്ചിനെയാണ് ഇൻഫറൻസ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ നമുക്ക് 2 അറ്റാക്കുകൾ പറയാം, ഡയറക്റ്റ് അറ്റാക്കും ഇൻഡയറക്റ്റ് അറ്റാക്കും. ആ ടേംസ് പറയുന്ന പോലെ തന്നെ ഡയറക്റ്റ് അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ എ യൂസർ ട്രൈസ് ടു ഡിറ്റർമൈൻ വാല്യൂസ് ഓഫ് സെൻസിറ്റീവ് ഫീൽഡ്സ് ബൈ സീക്കിംഗ് ദം ഡയറക്ട്ലി വിത്ത് ക്വറീസ് ദാറ്റ് ഈൽഡ് ഫ്യൂ റെക്കോർഡ്സ്. അപ്പോൾ എന്ത് ചെയ്യാണ് സെൻസിറ്റീവ് ഫീൽഡുകളെ ഡിറ്റർമൈൻ ചെയ്തെടുക്കുകയാണ് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ട് ക്വറി കൊടുത്തിട്ട്, ചില റെക്കോർഡുകൾക്ക് ക്വറി കൊടുത്തിട്ട് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാണ് സെൻസിറ്റീവ് ഫീൽഡുകളെ ഡിറ്റർമൈൻ ചെയ്തെടുക്കുന്ന അറ്റാക്കിനെയാണ് ഡയറക്റ്റ് അറ്റാക്ക് എന്ന് പറയാം. ഇൻഡയറക്റ്റ് അറ്റാക്ക് ആണെങ്കിലോ ദ ഇൻഡയറക്റ്റ് അറ്റാക്ക് സീക്സ് ടു ഇൻഫർ എ ഫൈനൽ റിസൾട്ട് ബേസ്ഡ് ഓൺ 1 or more ഇൻ്റർമീഡിയറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട്സ്. മറ്റോടത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു 2 അല്ലെങ്കിൽ അതിലധികമോ ഒക്കെ ആയിട്ടുള്ള ചില സ്റ്റാറ്റിസ്റ്റിക്കൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന് എന്ത് ചെയ്യാണ് നമ്മളതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇൻഫർ ചെയ്തിട്ട് എടുക്കുക. അതായത് ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് അതിലൂടെ വരുന്ന അറ്റാക്കാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അത് ഏത് അറ്റാക്കാണ് ഇൻഡയറക്റ്റ് അറ്റാക്കിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ സമ്മാണ്, കൗണ്ട്, മീന്, മീഡിയ ആണെങ്കിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു ഏകദേശ കണക്കെടുക്കാം അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്തിട്ട് എന്തെടുക്കാം ഫൈനൽ റിസൾട്ട് എടുക്കുന്ന ഒരു അറ്റാക്കാണ് ഇൻഡയറക്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ സം ആണെങ്കിൽ ആൻ അറ്റാക്ക് ബൈ സം ട്രൈസ് ടു ഇൻഫർ എ വാല്യൂ ഫ്രം എ റിപ്പോർട്ടഡ് സം. അതേപോലെ കൗണ്ട് ആണെങ്കിൽ ഇപ്പോൾ സമ്മും മുന്നത്തെ സമ്മും ഇപ്പോഴത്തെ ഈ കൗണ്ടും തമ്മിൽ ഒരു റിലേഷൻ, ഒരു കോമ്പിനേഷൻ നോക്കിയാൽ ഒന്നും കൂടെ എന്ത് ചെയ്യാം ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് റിവീൽ ചെയ്തെടുക്കാൻ പറ്റും ഈ അറ്റാക്ക് ഉണ്ടാക്കുന്ന ആളുകൾക്ക്. അതേപോലെ തന്നെയാണ് മീൻ യൂസ് ചെയ്യുന്നവർക്ക് അരിതമെറ്റിക് മീൻ ആവറേജ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഒരു ഏകദേശം എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഒരു കറക്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെയാണ് മീഡിയൻ. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മൾ
ഇൻഡയറക്റ്റ് അറ്റാക്ക്. ഈ സം, കൗണ്ട്, മീൻ, മീഡിയൻ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ടുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏത് മാത്തമാറ്റിക്കൽ ഫോംസ് വെച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡയറക്റ്റ് അറ്റാക്ക് നടത്താൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു എക്സാമ്പിളിൽ കാണിച്ചിട്ടുള്ളത്. അടുത്തത് ട്രാക്കർ അറ്റാക്സ് ആണ്. അപ്പോൾ ട്രാക്കർ അറ്റാക്സ് എന്ന് പറഞ്ഞാൽ മൂന്നല്ല 4 ഇതാണ് ഇൻഫറൻസിൽ വരുന്നത്. ഡയറക്റ്റ് അറ്റാക്ക്, ഇൻഡയറക്റ്റ് അറ്റാക്ക്, ട്രാക്കർ അറ്റാക്സ്, ലീനിയർ സിസ്റ്റം, വൾണറബിലിറ്റി. അപ്പോൾ ട്രാക്കർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എ ട്രാക്കർ അറ്റാക്ക് ക്യാൻ ഫൂൾ ദ ഡാറ്റാബേസ് മാനേജർ ഇൻ ടു ലൊക്കേറ്റിംഗ് ദ ഡിസയേർഡ് ഡാറ്റ ബൈ യൂസിങ് അഡീഷണൽ ക്വറീസ് ദറ്റ് പ്രൊഡ്യൂസ് സ്മോൾ റിസൾട്ട്സ്. അപ്പോൾ ഡാറ്റാബേസ് മാനേജർ ഫൂളാക്കുന്ന ഒരു അറ്റാക്കാണ് ഈ ട്രാക്കർ അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് ഡിസയേർഡ് ഡാറ്റനെ ലൊക്കേറ്റ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാണ്, ഫൂൾ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു അറ്റാക്കിൽ വരുന്നത്. The tracker adds additional records to be retrieved for 2 different queries. അപ്പോൾ ഈ ട്രാക്കർ എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ടുള്ള, അതായത് ഈ റിട്രീവ് ചെയ്യുന്ന ഡാറ്റയിലേക്ക് അഡീഷണൽ ആയിട്ടുള്ള റെക്കോർഡ്സും കൂടെ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അതാണ് ചെയ്യുന്നത്. ദ ട്രാക്കർ ആഡ്സ് അഡീഷണൽ റെക്കോർഡ്സ് ടു ബി റിട്രീവ്ഡ് ഫോർ 2 different queries. The 2 sets of records cancel each other out, leaving only the static or data desired. The approach is to use intelligent padding of 2 queries. അപ്പോൾ ഇവിടെ നമ്മൾ ട്രാക്കർ എന്താ ചെയ്യുന്നത്, ട്രാക്കർ നമ്മളെ റെക്കോർഡിലേക്ക് അഡീഷണൽ റെക്കോർഡ്സ് എന്ത് ചെയ്യാണ്, ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 2 ഡിഫറെൻറ്റ് ക്വറീസ്, അപ്പോൾ അതിലെന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ടുള്ള റെക്കോർഡ്സ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ 2 സെറ്റ് ഓഫ് റെക്കോർഡ്സും എന്താ ആവുക, അവിടെ എന്ത് ചെയ്യുന്നത്, അത് രണ്ടും പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ വരെ കൊണ്ടെത്തിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ലീവിങ് ഓൺലി ദ സ്റ്റാറ്റിക് ഓർ ഡാറ്റ ഡിസൈഡ്, സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡാറ്റ മാത്രം അവിടെ വരുന്ന രീതിയിൽ, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാണ് ഇവർ അത്രയും അഡീഷണൽ റെക്കോർഡ്സ് കൊടുത്തിട്ട് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. 2 ഡിഫറെൻറ്റ് ക്വറീസ് ഉണ്ടെങ്കിൽ അതിനെ. ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്യുന്നത് ഇൻ്റലിജൻറ്റ് പാഡിങ് ഓഫ് 2 queries, അതായത് 2 queriesലുള്ള ഇൻ്റലിജൻറ്റ് പാഡിങ് അപ്രോച്ചാണ് ഇത് എന്ന് പറയുന്നത്, ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലാക്കാം. ട്രാക്കർ അറ്റാക്സ് എന്നുള്ളത് വലിയൊരു IEEE പേപ്പറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. അതായത് ഡാറ്റാബേസ് മാനേജറെ അതായത് ഡിസയേർഡ് ആയിട്ടുള്ള ലൊക്കേഷൻ അല്ലാതെ എന്ത് ചെയ്യാണ്, ലൊക്കേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ട്രാക്കർ അറ്റാക്ക്. എ ട്രാക്കർ അറ്റാക്ക് ക്യാൻ ഫൂൾ ദ ഡാറ്റാബേസ് മാനേജർ ഇൻ ടു ലൊക്കേറ്റിംഗ് ദ ഡിസയേർഡ് ഡാറ്റ. അതേപോലെ എന്ത് ചെയ്യാണ്, ലൊക്കേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫൂളാക്കുന്ന ഒരു മെത്തേഡാണ്. ബൈ യൂസിങ് അഡീഷണൽ ക്വറീസ്, അതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത് അഡീഷണൽ ക്വറീസ് ആണ്. അത് ചെറിയ റിസൾട്ട് തരും. അപ്പോൾ അതിലൂടെ ചെറിയ റിസൾട്ട് കിട്ടും. പിന്നെ യൂസ് ചെയ്യുന്നത് അഡീഷണൽ റെക്കോർഡ്സ്. ഇപ്പോൾ 2 ഡിഫറെൻറ്റ് ക്വറീസിൽ അഡീഷണൽ റെക്കോർഡ്സ് ഇവരെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ആ 2 അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുന്ന രീതിയിലുള്ള 2 സെറ്റ് ആക്കി മാറ്റുകയാണ്. പിന്നീട് എന്ത് ചെയ്യും, അവിടെ ഒരു സ്റ്റാറ്റിക് റിസൾട്ട് കിട്ടുന്ന, അതായത് ചെറിയ റിസൾട്ട് കിട്ടുന്ന രീതിയിലാക്കി മാറ്റും. പിന്നെ അതായത് ഇവിടെ യൂസ് ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് ഇൻ്റലിജൻറ്റ് പാഡിങ് ഓഫ് 2 queries. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഇതാണ് തോന്നും. ഭയങ്കര ഡെപ്തിലേക്ക് റിസർച്ചിങ് നടക്കുന്ന ഒരു ഏരിയയാണ് ട്രാക്കർ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലീനിയർ സിസ്റ്റം വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ പല ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, ആൾജിബ്രിക് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പല പോസിബിളായിട്ടുള്ള ഇൻഫറൻസും അതിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരിത് അതിപ്പോൾ കുറഞ്ഞ ലോജിക്കാണെങ്കിലും അതേപോലെ ആൾജിബ്രിക്, അതേപോലെ എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അതിന്ന് ഇൻഫർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഇതിൽ പറയുന്നത് ലീനിയർ സിസ്റ്റം വൾണറബിലിറ്റി. അങ്ങനെ ഒരു ടേം എന്തുകൊണ്ടാണ് പറയുന്നത്, അത് ലീനിയർ സിസ്റ്റത്തിലുള്ള ഒരു വൾണറബിൾ ആണ്, ഒരു വീക്കാണ്, അതിനെയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിൽ വരുന്നതാ, ഇൻഫറൻസ് എന്നുള്ളതിൽ വരുന്നതാണ്. പിന്നെ അടുത്തത് നമുക്ക് പറയാനുള്ളത് മൾട്ടി ലെവൽ സെക്യൂരിറ്റി ആണ്. മൾട്ടി ലെവൽ സെക്യൂരിറ്റിയിൽ ഡിഫറെൻറ്റ് അപ്രോച്ചസ് പറയുന്നുണ്ട്. പാർട്ടീഷനിങ്, എൻക്രിപ്ഷൻ, ഇൻറ്റഗ്രിറ്റി ലോക്ക്, സെൻസിറ്റിവിറ്റി ലോക്ക്. അതിൽ പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താ, ദ ഡാറ്റാബേസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സെപ്പറേറ്റ് ഡാറ്റാബേസസ് ഈച്ച് അറ്റ് ഇറ്റ്സ് ഓൺ ലെവൽ ഓഫ് സെൻസിറ്റിവിറ്റി. അപ്പോൾ ഓരോ ലെവൽ ഓഫ് സെൻസിറ്റിവിറ്റിക്ക് അനുസരിച്ച് ഡാറ്റാബേസിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
സെപ്പറേറ്റ് ലെവലാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദിസ് അപ്രോച്ച് ഈസ് സിമിലർ ടു മെയിൻറ്റെയിനിങ് സെപ്പറേറ്റ് ഫയൽസ് ഇൻ സെപ്പറേറ്റ് ഫയൽ ക്യാബിനറ്റ്സ്. അപ്പോൾ നമ്മളൊരു ക്യാബിനറ്റിൽ ഡിഫറെൻറ്റ് ഫയൽസിന് ഡിഫറെൻറ്റ് സെക്ഷൻസ് യൂസ് ചെയ്യുന്ന അതേപോലെയാണ് ഈ ഒരു കൺസെപ്റ്റ്. അതൊരു നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ പറയാണ് കേട്ടോ. ദിസ് കൺട്രോൾ ഡിസ്ട്രോയ്സ് എ ബേസിക് അഡ്വാൻറ്റേജ് ഓഫ് ഡാറ്റാബേസസ്. ഇപ്പോൾ ഡാറ്റാബേസിൻ്റെ ഒരു ബേസിക് അഡ്വാൻറ്റേജ് എന്താണ്, ഇതിനെ ഇല്ലാണ്ടാക്കുന്നുണ്ട്. എന്താണ്? എലിമിനേഷൻ ഓഫ് റിഡൻഡൻസി ആൻഡ് ഇംപ്രൂവ്ഡ് അക്യുറസി ത്രൂ ഹാവിങ് ഓൺലി വൺ ഫീൽഡ് ടു അപ്ഡേറ്റ്. അപ്പോൾ ഇവിടെ വെച്ചാൽ നമുക്കറിയാം, നമ്മളെ ഡാറ്റാബേസ് നമ്മളെപ്പോഴും റിഡൻഡൻസി എലിമിനേറ്റ് ചെയ്യണം. അതായത് റിപ്പിറ്റേഷൻ വരാനുള്ള ചാൻസ് അത് ഹൈ ആണ് ഡാറ്റാബേസിൽ. ഒരുപാട് ഡാറ്റാസിന് ഡീൽ ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്ത് വരാം? റിഡൻഡൻസി വരാം. അപ്പോൾ റിഡൻഡൻസി എലിമിനേറ്റ് എന്നുള്ള ഡാറ്റാബേസിൻ്റെ എന്താണ് ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. പക്ഷേ ഈ ഒരു പാർട്ടീഷനിങ്ങിൽ ഇങ്ങനെ ലെവലായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് റിഡൻഡൻസിൻ്റെ എലിമിനേഷൻ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു ഫീൽഡിൽ മാത്രം അപ്ഡേഷൻ നടത്തിയാൽ മതി എന്നും പറയാൻ പറ്റില്ല. പല ലെവലുകളായിട്ട് ഇങ്ങനെ നമ്മൾ തിരിക്കുമ്പോൾ ഓരോരുത്തർ മാത്രം മാറ്റിയാൽ മതി എന്നുള്ള ആ ഒരു അഡ്വാൻറ്റേജും എന്ത് ചെയ്ത് പോവുകയാണ്? ഡിസ്ട്രോയ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. It does not address the problem of a high-level user who needs access to some low-level data combined with high-level data. അപ്പോൾ ഇവിടെ വരുന്ന വേറൊരു പ്രശ്നമാണ് ഈ പാർട്ടീഷനിങ്ങിൽ. അതായത് ഒരു യൂസറുടെ ഹൈ ലെവൽ യൂസർക്ക് ഇപ്പോൾ ഒരു ലോ ലെവൽ ഡാറ്റനെ യൂസ് ചെയ്യണം. അതായത് 2 ലെവലിൻ്റെ ഉള്ള ഡാറ്റനെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളത് ഇതിൽ പ്രത്യേകമായിട്ട് ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ പാർട്ടീഷനിങ്ങിൽ ഇതൊക്കെ എന്താണ് ബുദ്ധിമുട്ടാണ് എന്നതാണ് ഫസ്റ്റത്തെ നമ്മൾ സെക്യൂരിറ്റിയിൽ പറയുന്നത്, സെക്യൂരിറ്റി അപ്രോച്ചിൽ പറയുന്നത്. രണ്ടാമത്തത് എൻക്രിപ്ഷൻ ആണ്. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ്? ഇഫ് സെൻസിറ്റീവ് ഡാറ്റ ആർ എൻക്രിപ്റ്റഡ് എ യൂസർ ഹു ആക്സിഡൻ്റലി റിസീവ്സ് ദം കനോട്ട് ഇൻ്റർപ്രറ്റ് ദ ഡാറ്റ. അപ്പോൾ സെൻസിറ്റീവ് ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്താൽ ഒരു യൂസർക്ക് പെട്ടെന്ന് ഈ ഒരു ഡാറ്റ എന്തെങ്കിലും കാരണത്താൽ ആക്സസ് ചെയ്യുമ്പോൾ അത് എൻക്രിപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. ദസ് ഈച്ച് ലെവൽ ഓഫ് സെൻസിറ്റീവ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ ടേബിൾ എൻക്രിപ്റ്റഡ് അണ്ടർ എ കീ യൂണിക് ടു ദ ലെവൽ ഓഫ് സെൻസിറ്റിവിറ്റി. അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഈ ഒരു സെൻസിറ്റീവ് എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് സെൻസിറ്റീവ് ഡാറ്റനെയും ഒരു എൻക്രിപ്റ്റഡ് ടേബിൾ എന്ത് ചെയ്യാം വെച്ചിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു യൂണീക്ക് കീ സെറ്റ് ചെയ്താൽ മതി. ആ യൂണീക്ക് കീ ഓതറൈസ്ഡ് ആയിട്ട് അറിയുന്ന യൂസേഴ്സിന് മാത്രം ആ യൂണീക്ക് കീ കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ആക്സസിങ് കൊടുക്കാം. അത് വേറൊരു അപ്രോച്ചാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇൻറ്റഗ്രിറ്റി ലോക്കാണ്. അത് നമ്മൾ ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കൺസെപ്റ്റാണ്. ഈച്ച് അപ്പാരൻറ്റ് ഡാറ്റ ഐറ്റം കൺസിസ്റ്റ് ഓഫ് 3 പീസസ്. ഓരോ ഡാറ്റ ഐറ്റത്തിനും 3 പീസസ് ആക്കിയിട്ടാണ് ശരിക്കും മാറ്റുന്നത്. ആ ഡയഗ്രം ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ആക്ച്വൽ ഡാറ്റ ഐറ്റം ഇറ്റ്സെൽഫ്, അതായത് നമ്മൾ ഒറിജിനൽ ഡാറ്റ ഐറ്റം, പിന്നെ ഒരു സെൻസിറ്റിവിറ്റി ലേബൽ ആൻഡ് എ ചെക്സം. ചെക്സം നമ്മൾ എന്തിനാണ് പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്നത്? എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ ആ ചെക്സമിൽ വരുന്ന വേരിയേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ പറ്റും അല്ലേ? അപ്പോൾ ദ സെൻസിറ്റിവിറ്റി ലേബൽ ഡിഫൈൻസ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ ഡാറ്റ. ഡാറ്റയുടെ സെൻസിറ്റിവിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് സെൻസിറ്റിവിറ്റി ലേബൽ എന്നുള്ള പീസ് ഉദ്ദേശിക്കുന്നത്. ദ ചെക്സം ഈസ് കമ്പ്യൂട്ടഡ് അക്രോസ് ബോത്ത് ഡാറ്റ ആൻഡ് സെൻസിറ്റിവിറ്റി ലേബൽ ടു പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻ ഓഫ് ദി ഡാറ്റ ഐറ്റം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഡാറ്റ ഐറ്റത്തിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ചെക്സം എന്നുള്ളത് പീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ ആക്ച്വൽ ഡാറ്റ ഐറ്റം ഈ സ്റ്റോർഡ് ഇൻ പ്ലെയിൻ ടെക്സ്റ്റ്. ആക്ച്വൽ ഡാറ്റ ഐറ്റത്തിന് നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതാണ് ഇൻറ്റഗ്രിറ്റി ലോക്കിൽ പറയുന്നത്. അപ്പോൾ ആ ഡയഗ്രം നോക്കുക, ഡയഗ്രത്തിൽ നോക്കുക, ഡാറ്റ ഐറ്റം അതിലെന്തുണ്ട്? സെൻസിറ്റിവിറ്റി ഡാറ്റ TS ചെക്സം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻറ്റഗ്രിറ്റി ലോക്ക് പ്രൊവൈഡ് ചെയ്യാണ്. സെൻസിറ്റിവിറ്റി മാർക്ക് അതേപോലെ മൊത്തം ഉള്ള ചെക്സം കാര്യങ്ങളൊക്കെ അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ എന്ത് ചെയ്യുകയാണ്? നമ്മളൊരു ലോക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഈ 3 രീതിയിലാക്കി മാറ്റിയിട്ട് ചെക്സം കൊടുക്കുമ്പോൾ തന്നെ നമുക്കതിൽ മോഡിഫിക്കേഷൻസ് എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുറമേ എന്തുണ്ട്? സെൻസിറ്റിവിറ്റി ഡാറ്റ സെപ്പറേറ്റ് ലേബലായിട്ട് തന്നെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാണ്? ഈ ഒരു രീതിയിൽ ഇൻറ്റഗ്രിറ്റി ലോക്ക് പ്രൊവൈഡ് ചെയ്യാണ്. അടുത്തത് സെൻസിറ്റിവിറ്റി ലോക്കാണ്. അവിടെ എക്സ്ട്രാ ഒന്നും കൂടെ വരുന്നുണ്ട്, അതാണ് കാണിക്കുന്നത്. എ സെൻസിറ്റിവിറ്റി ലോക്ക് ഈസ് എ കോമ്പിനേഷൻ ഓഫ് യുണീക്ക് ഐഡൻറ്റിഫയർ. ഒരു യുണീക്ക് ഐഡൻറ്റിഫയറിൻ്റെ കോമ്പിനേഷനാണ് സച്ച് ആസ് ദ റെക്കോർഡ് നമ്പർ ആൻഡ് ദ സെൻസിറ്റിവിറ്റി ലെവൽ. അപ്പോൾ സെൻസിറ്റിവിറ്റി ലെവലും അതേപോലെ നമ്മുടെ റെക്കോർഡ് എന്തെങ്കിലും ഒരു സ്പെസിഫിക് നമ്പർ ഉണ്ടെങ്കിൽ ആ ഒരു യുണീക്ക്
ഐഡൻറ്റിഫയർ ആണ് സെൻസിറ്റിവിറ്റി ലോക്ക് എന്ന് പറയുന്നത്. ബിക്കോസ് ദ ഐഡൻറ്റിഫയർ ഈസ് യുണീക്ക്, ഈച്ച് ലോക്ക് റിലേറ്റ്സ് ടു വൺ പെർട്ടിക്കുലർ റെക്കോർഡ്. അപ്പോൾ യുണീക്ക് ആയിട്ടുള്ള ഐഡൻറ്റിഫയർ ആണ് എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ എന്തായിരിക്കും, ഓരോ റെക്കോർഡിനും പെർട്ടിക്കുലർ ആയിട്ടുള്ള ലോക്കായിരിക്കും ഉണ്ടാവുക. മെനി ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് വിൽ ഹാവ് ദ സെയിം സെൻസിറ്റിവിറ്റി ലെവൽ. എ malicious subject should not be able to identify two elements having identical sensitivity levels or identical data values just by looking at the sensitivity level portion of the lock. അതായത് ഇവിടെ സെൻസിറ്റിവിറ്റി ലെവൽ എന്നത് ചിലപ്പോൾ എന്ത് വരാം, ഒരേപോലെയൊക്കെ വരാം. ചില എലമെൻസിനൊക്കെ ഒരേപോലെ സെൻസിറ്റിവിറ്റി ലെവൽ വരാം. പക്ഷേ അത് വെച്ചിട്ട് ഇപ്പോൾ ഒരു മലീഷ്യസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിന് ഇപ്പോൾ ഒരു 2-3 ഒരേ സെൻസിറ്റിവിറ്റി ലെവലാണെന്ന് വെച്ചിട്ട് ഇതിന് ഇപ്പോൾ എ എന്നുള്ള ആളത് മലീഷ്യസ് ആണ് എന്നുണ്ടെങ്കിൽ ബിൻ്റെയും സിൻ്റെയും എന്ത് ചെയ്യാൻ പാടില്ല, ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. പക്ഷെ അവിടെ അത് ചെയ്യാതിരിക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആര്, യുണീക്ക് ഐഡൻറ്റിഫയർ എന്നുള്ള ഒരു നമ്പർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Because of the encryption, the lock's contents, especially the sensitivity level, are concealed from plain view. Thus, the lock is associated with one specific record and it protects the secrecy of the sensitivity level of that record. ആ ഡയഗ്രാം നോക്കുക, ഡയഗ്രത്തിൽ കാണാം R07 എന്നുള്ളത് റെക്കോർഡ് നമ്പറാണ്, അതായത് യുണീക്ക് നമ്പറാണ്. അത് ഏതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, എൻക്രിപ്ഷൻ ഫംഗ്ഷനിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സീക്രട്ട് ഏജൻറ്റ്, അതാണ് നമ്മളെ ഡാറ്റ ഐറ്റം. സെൻസിറ്റിവിറ്റി മാർക്ക് ഉണ്ട് TS, അതും എന്ത് ചെയ്തിട്ടുണ്ട്, എൻക്രിപ്ഷൻ ഫംഗ്ഷനിലേക്ക് പോകുന്നുണ്ട്. പിന്നെ യൂണീക്കായിട്ട് ഒരു കീ ഉണ്ട്, അതും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എൻക്രിപ്ഷൻ ഫംഗ്ഷനിലേക്ക് പോകുന്നുണ്ട്. അത് മൊത്തം പോയിട്ടാണ് ഏത് കൊടുക്കുന്നത്, സെൻസിറ്റിവിറ്റി ലോക്ക് വരുന്നത്. അപ്പം ഇൻറ്റഗ്രിറ്റി ലോക്കിനെക്കാട്ടിലും ഒന്നും കൂടെ സേഫാണ് ഏത്, സെൻസിറ്റിവിറ്റി ലോക്ക് എന്ന് പറയുന്നത്. കാരണം അവിടെ ഒരു എൻക്രിപ്ഷൻ ഫംഗ്ഷൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഏതിൽ, മൾട്ടി ലെവൽ സെക്യൂരിറ്റിയിൽ വരുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ചെറിയ ചെറിയ കൺസെപ്റ്റുകളാണെങ്കിലും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്ന കുറച്ച് ടേംസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.